അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വഫി ഇഖ്തിയാരിൻ ലാ യജീഉൽ മുൻഫസിൽ ഇദാ തഅത്ത അൻ യജീഅൽ മുത്തസിൽ, മുത്തസിലായി വരാൻ തരപ്പെട്ടയിടത്ത് മുൻഫസിൽ വരാവതല്ല, വരുത്താവതല്ല. ഇതാണ് മനസ്സിലാക്കിയത്. ഇനി ഗ്രന്ഥകാരൻ ചില സന്ദർഭങ്ങളെ ഉണർത്തുകയാണ്. മുത്തസിൽ ആയ ദമീർ വരാൻ തരപ്പെട്ടയിടത്ത് മുൻഫസിലും വരാം, മുത്തസിലായ ദമീറുമാക്കാം, മുൻഫസിലായ ദമീറുമാക്കാം. രണ്ടിനും അനുവാദവും അവസരവുമുണ്ട്. ഈ ഒരു വിഷയം അറിയിക്കുന്ന വരികളാണ് തുടർത്തുന്നത്. അതിൽ വസിൽ അവിഫ്സിൽ ഹ അസൽനിഹി വമ അഷ്ബഹഹു ഫി കുൻതുഹുൽ ഖുൽഫുൻ തമ കദാക ഖിൽതനിഹി ഇത്തിസാലൻ അഖ്താറു ഗൈരി ഇഖ്താറൻ ഇൻഫിസാല. ഈ രണ്ട് വരികളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. നമുക്കത് ഇൻഷാ അല്ലാഹ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ബിഇദ്നില്ലാഹ്. വസിൽ അവിഫ്സിൽ ഹ അസൽനീഹി, സൽനീഹി, സൽനീഹി ഇതൊരു ഉദാഹരണമാണ്. സൽ നീ ചോദിച്ചോ, നീ എന്നോട്, ഹി അത് എന്നാണ്. സൽനീഹി. അപ്പം സൽനീഹി എന്നതിലെ ഹ അതിനെ സിൽ നിനക്ക് മുത്തസിലാക്കാം, അവിഫ്സിൽ അല്ലെങ്കിൽ നിനക്ക് മുൻഫസിലാക്കാം. ഇതാണ് പറയുന്നത്. വസിൽ അവിഫ്സിൽ, നീ മുത്തസിലാക്കിക്കോ അല്ലെങ്കിൽ നീ മുൻഫസിലാക്കിക്കോ. ആരെ? ഹ അസൽനീഹി, സൽനീഹി എന്നതിലെ ഹ ഇനെ ഉണ്ടാവും. ഈ ഹ മുത്തസിലായ ദമീറാണ്, മുത്തസിലായ ദമീറാണ്. ഇപ്പം ഈ ഹായന് നമുക്ക് വേണമെങ്കിൽ സൽനീഹി എന്ന് വായിക്കാം, സൽനീ ഇയാഹു എന്ന് വായിക്കാം. സൽനി ഇയാഹു, ഹി എന്നത് മുത്തസിലാണ്, ഇയാഹു എന്നത് മുഫസിലാണ്. എന്താ? സൽനി ഇയാഹു എന്ന് വായിക്കാം, സൽനി ഹി എന്നും വായിക്കാം. ആരെ? അതിലെ ഈ ഹായിന്, ഹായ് സൽനീഹി. അതുകൊണ്ട് സിൽ അവിഫ്സിൽ ഹ അസൽനീഹി. സൽനീഹി എന്ന് മാത്രമല്ല, പിന്നെ വമ അഷ്ബഹഹു, വമ അഷ്ബഹഹു, വമ യാതൊന്നിനെയും, അഷ്ബഹ ആ യാതൊന്ന് സാദൃശ്യമായിട്ടുണ്ട്, ഹു അതിനോട്, അതിനോട് ഈ സൽനീഹിയോട്. അപ്പം സൽനീഹി എന്നതിനോട് സാദൃശ്യമായതിനെയും അതിലെ ഹായിനെയും സിൽ അവിഫ്സിൽ നീ എന്ത് ചെയ്തോ, പിന്നെ മുത്തസിലാക്കിക്കോ അല്ലെങ്കിൽ മുഫസിലാക്കിക്കോ എന്നാണ്. ഇത് എന്താണ് ഈ സൽനീഹി വമ അഷ്ബഹു? അത് മനസ്സിലാക്കാൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഫിഅൽ ലാസിമുണ്ട്, മുതഅദ്ദിയുണ്ട്. ലാസിമായ ഫിഅൽ എന്താണ്? കർമ്മത്തിലേക്ക് വിട്ടുകിടക്കാത്ത, മഫ്ഊലിലേക്ക് വിട്ടുകിടക്കാത്ത ഫിഅലുകളാണ്. ഇപ്പോൾ ദഹബ ഖാലിദുൻ, ഖാലിദ് പോയി. ദഹബ എന്നുള്ള ഫിഅൽ അത് മഫ്ഊലിലേക്ക് വിട്ടെടുക്കണില്ല, കർമ്മത്തിലേക്ക് വിട്ടെടുക്കുന്നില്ല, ഖാലിദ് പോയി. എന്നാൽ ദറബ ഖാലിദുൻ സൈദൻ, ദറബ ഖാലിദുൻ, ഖാലിദ് അടിച്ചു സൈദൻ, സൈദിനെ. ഇവിടെ ദറബ എന്നുള്ള ഫിഅൽ അത് മഫ്ഊലിലേക്ക്, കർമ്മത്തിലേക്ക് വിട്ട് കടന്നു. ദറബ ഖാലിദുൻ, ഖാലിദ് അടിച്ചു. ആരെ അടിച്ചു? സൈദൻ, സൈദിനെ അടിച്ചു. ബഖറത്തൻ, പശുവിനെ അടിച്ചു. ദറബ ഖാലിദുൻ ബഖറത്തൻ. അപ്പോൾ ദറബ എന്നുള്ള ഫിഅൽ ഇവിടെ മഫ്ഊലിലേക്ക് വിട്ട് കടന്നു, അതാണ് മുതഅദ്ദിയായ ഫിഅൽ. എന്നാൽ മഫ്ഊലിലേക്ക് വിട്ട് കടന്നില്ല ദഹബ ഖാലിദ് എന്നുള്ളത്. ദഹബ എന്നുള്ള ഫിഅൽ മഫ്ഊലിലേക്ക് വിട്ട് കടന്നില്ല. അങ്ങനെയുള്ള ഫിഅലിന് ലാസിം എന്ന് പറയും. ഫിഅൽ ലാസിമുണ്ട്, ഫിഅൽ മുതഅദ്ദിയുണ്ട്. ഇനി മുതഅദ്ദിയായ ഫിഅലിൽ തന്നെ
ചില ഫിഴലുകൾ രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കും. അതിൽപ്പെട്ടതാണ് നമ്മളുടെ ഉദാഹരണത്തിലുള്ള ഫിഴല്. ഇപ്പോൾ സഅല, അഅത തുടങ്ങിയതൊക്കെ. ഇത് സഅല ചോദിച്ചു, അഅത നൽകി. സഅല ഖാലിദുൻ സൈദൻ കിതാബൻ. സഅല ഖാലിദുൻ, ഖാലിദ് ചോദിച്ചു. ആരോട് ചോദിച്ചു? സൈദിനോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? കിതാബിനെ ചോദിച്ചു. അവിടെ നോക്കി, സൈദൻ ഖാലിദൻ രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകൊടുന്നു. ആര്? സഅല എന്നുള്ള ക്രിയ. ഇതേപോലെ തന്നെയാണ് ആപ്പ പോലുള്ളതായ ക്രിയകൾ. രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ക്രിയകളുണ്ട്, ഒരു മഫ്ഊലിലേക്ക് മാത്രം വിട്ടുകിടക്കുന്ന ക്രിയകളുണ്ട്, ഒറ്റ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കാത്ത ക്രിയകളുണ്ട്. മഫ്ഊലിലേക്ക് വിട്ടുകിടക്കാത്ത ക്രിയകളെ ലാസിം എന്ന് പറയും, മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ക്രിയയെ മുതഅദ്ദി എന്ന് പറയും. മുതഅദ്ദിയായ ക്രിയകളിൽ തന്നെ രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന സഅല, അഅത പോലുള്ളതായ ക്രിയകളുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ആദ്യം മനസ്സിലാക്കണം. രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ക്രിയയുണ്ട്. അതാണ് ഇവിടെ സഅല, അതിൻ്റെ കൽപ്പന ക്രിയയാണ് സൽ. സഅല എന്നുള്ളതിൻ്റെ കൽപ്പന ക്രിയ സൽ എന്നും ഉണ്ട്, പിന്നെ ഇസ്അൽ എന്നുമുണ്ട്. രണ്ടും ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. സൽ ബനി ഇസ്രായേലിയരോട് ചോദിക്ക്. അതേപോലെ തന്നെ ഇസ്അൽ വസ്അൽഹും അനിൽ ഖറിയ, വസ്അൽ സൽഹും അയ്യുഹും ബിദാലിക സൈൻ. സൽ എന്ന് പറഞ്ഞാൽ നീ ചോദിക്ക്, ഇസ്അൽ എന്ന് പറഞ്ഞാൽ നീ ചോദിക്ക്. രണ്ടും സഅലിൻ്റെ എന്താണ്? അംറു ഫിഅലാണ്, കൽപ്പന ക്രിയയാണ്. ഇവിടെ സൽനി ഹി, സൽ നീ ചോദിക്ക്, നീ എന്നോട്, ഹി അത് എന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കി. രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ക്രിയ ഇത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഫിഅലുകൾക്ക് മറ്റൊരു തരംതിരിവുണ്ട്. അതിൽ ചില ഫിഅലുകളെക്കുറിച്ച് നാസിഖ്, നവാസിഖ് എന്ന് പറയും. ഫിഅലുകൾ നവാസിഖായ ഫിഅലുകളുണ്ട്, ചിലതെന്തല്ല നവാസിഖ് അല്ല, നവാസിഖ് അല്ലാത്ത ഫിഅലുകളുണ്ട്. നവാസിഖ് അല്ലാത്ത ഫിഅലുകളാണ് കൂടുതൽ. ഇത് ഈ നവാസിഖായ ഫിഅൽ എന്ന് പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാനിവിടെ എഴുതിയിട്ട് പറയാം. സൈദുൻ മുജ്തഹിദുൻ, സൈദുൻ മുജ്തഹിദുൻ. സൈദുൻ സൈദാകുന്നത്, മുജ്തഹിദുൻ അധ്വാനിക്കുന്നവനാകുന്നു, പരിശ്രമശാലിയാകുന്നു എന്നാണ്. സൈദുൻ എന്നുള്ളത് ഇവിടെ മുബ്തദയാണ്, മുജ്തഹിദുൻ എന്നുള്ളത് ഖബറാണ്. എൻ്റെ ഖബറാണ്, മുബ്തദ ഖബർ. സൈദിനെ കുറിച്ചാണ് ഇവിടെ പ്രസ്താവന. സൈദ് മുജ്തഹിദാണ് എന്നുള്ള പ്രസ്താവനയാണ്. അതുകൊണ്ട് സൈദിനെ കുറിച്ചൊരു ഖബർ പറയാണ് ഇവിടെ. അതുകൊണ്ട് ഇത് മുബ്തദ ഖബർ എന്ന് പറയും. മുബ്തദ മർഫൂആണ്, മുജ്തഹിദുൻ എന്നുള്ളത് മർഫൂആണ്. റഫ് ചെയ്യപ്പെട്ടു, സൈദിന് മുജ്തഹിദുൻ എന്നുള്ളതിന് റഫ് ചെയ്യപ്പെട്ടു. ക്ലാസ് ഫിഅലുകൾ ചിലത് ഈ മുബ്തദ ഖബറുകളുടെ മുന്നിൽ വരും, മുബ്തദ ഖബറുകളുടെ മുന്നിൽ വരും. എന്നിട്ട് ഇതിൻ്റെ ഇഅ്റാബിനെ മാറ്റും, നസ്ഖ് ചെയ്യും. അപ്പം മുബ്തദ ഖബറിന് റഫ്ആണ് ഇഅ്റാബ്. സൈദുൻ മുജ്തഹിദുൻ, സൈദുൻ മുബ്തദ മർഫൂഉൻ ബിദ്ദമ്മത്തി ളാഹിറ, മുജ്തഹിദുൻ ഖബർ മർഫൂഉൻ ബിദ്ദമ്മത്തി ളാഹിറ. പക്ഷേ ഈ മുബ്തദ ഖബറിന് മുമ്പിൽ കാന എന്ന ഫിഅൽ വന്നാൽ
ഈ ഇറാബിനെ നസ്ഖ് ചെയ്യും, ദുർബലപ്പെടുത്തും. അതാണ് നസ്ഖ് ചെയ്യൽ. എന്നിട്ട് എന്താ പറയുക? കാന സെയ്ദുൻ മുജ്തഹിദൻ, സെയ്ദ് ആയിരുന്നു മുജ്തഹിദൻ, മുജ്തഹിദ് ആയിരുന്നു. ഉണ്ടാ. അപ്പോൾ മുബ്തദ ഖബറിൻ്റെ മുന്നിൽ കാന എന്ന ഫിഅൽ വന്നിട്ട് എന്ത് ചെയ്തു? മുബ്തദ ഖബറിൻ്റെ ഇറാബിനെ നസ്ഖ് ചെയ്ത്, മർഫൂ എന്നുള്ള ഇറാബിനെ നസ്ഖ് ചെയ്തിട്ട് പിന്നെ ഇനി എങ്ങനെ അറിയാം? ഇത് നമ്മൾ സെയ്ദുൻ മുജ്തഹിദ് എന്നുള്ളൊരു സെയ്ദ് മുബ്തദ എന്നാണ് പറഞ്ഞത്. ഇനി ഇറാബ് പറയുമ്പോൾ കാന സെയ്ദുൻ, സെയ്ദുൻ ഇസ്മു കാന, ഇസ്മു കാന മർഫൂ ബിദ്ദമ്മത്തി ദാഹിറ, മുജ്തഹിദൻ ഖബറു കാന മൻസൂബുൻ ബിദ്ദമ്മത്തി ദാഹിറ, ഖബറു കാന. ഉണ്ടോ? അപ്പോൾ ഇതിനെന്ത് ചെയ്തു? നസ്ഖ് ചെയ്തു. ഇതിൻ്റെ മുബ്തദ ഖബറിൻ്റെ ആ ഹുക്മിനെ നസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തിയാൽ കാന എന്ന ഫിഅലുകളിൽ ഇങ്ങനെ മുബ്തദ ഖബറിന് മുന്നിൽ വരികയും എന്നിട്ട് അതിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ഫിഅലുകൾ അതിനാണ് നവാസിഖ് എന്ന് പറയാം. നവാസിഖ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഫിഅലുകൾ കാന അതിൻ്റെ അഖവാത്ത് എന്ന് പറയും. കാന അഖവാത്ത് കകാന ബല്ല ബാത അദ്ഹ അസ്ബഹ അംസ വസാറ ലൈസ സാല ലൈസ സാല ബാരിഹ ഫതിയ വൻഫക വഹാദിൽ അർബഅ ബിശിബ്ഹി നഫീൻ ഔ ബിനഫീൻ മുത്ബഅ. കാന അഖവാത്ത് എന്ന് പറയുന്ന കാന ബല്ല ബാത അദ്ഹ അസ്ബഹ അംസ തുടങ്ങിയിട്ടുള്ള ഇങ്ങനത്തെയുള്ള ഈ കാന അതുപോലത്തെ ഫിഅലുകൾ അത് മുബ്തദ ഖബറിന് മുന്നിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ നസ്ഖ് ചെയ്യും. അതിന് അത്തരം ഫിഅലുകൾക്ക് നവാസിഖ് എന്ന് പറയും. ഇതേപോലെ ഇനി നമുക്കിവിടെ വരും, അവിടെ നമുക്കൊന്നും കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാനൻ്റെ ഇതേ ഗണത്തിൽ വരും വന്ന അഖവാത്ത്, വന്നയും അതിൻ്റെ അഖവാത്തും, വന്നയും അതിൻ്റെ അഖവാത്തും. ഇതും മുബ്തദ ഖബറിന് മുന്നിൽ വരും, മുബ്തദ ഖബറിന് മുന്നിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യും? മുബ്തദ ഖബറിൻ്റെ ഇഅ്റാബിനെ നസ്ഖ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കാന എന്നുള്ളതിൻ്റെ അടുത്ത് മുന്നിൽ ആര് വന്നു? വന്ന വന്നു. വന്ന വന്നു വന്ന വന്നു വന്ന വന്നാൽ ഈ സെയ്ദുൻ മുജ്തഹിദുൻ എന്നുള്ളതാണല്ലോ മുബ്തദ ഖബർ. അപ്പം വന്ന എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് നമ്മളൊന്ന് ഇവിടെ ഉദാഹരണത്തിന് കൊള്ളാൻ വേണ്ടിയിട്ട് വനന്തു ഞാൻ വിചാരിച്ചു, വനന്തു ഞാൻ വിചാരിച്ചു, സെയ്ദൻ സെയ്ദിനെ, മുജ്തഹിദൻ മുജ്തഹിദൻ. ഇവിടെ നോക്കിയേ, ഈ ദന്നയും ദന്നിൻ്റെ അഖവാത്തുണ്ട്. ഹസിബ, ഖാല, ഇങ്ങനെ റഅ, വജദ, ഇങ്ങനെ ജഅല, ഇങ്ങനെ കുറേ ഫിഅലുകളുണ്ട്. ദന്നൻ്റെ സഹോദരികളെ എന്ന പേരിൽ അറിയപ്പെടുന്ന, അഖവാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഫിഅലുകളുണ്ടല്ലോ. നോക്കിയേ, ഇവിടെ സെയ്ദുൻ മുജ്തഹിദുൻ എന്നതിന് മുമ്പിൽ വന്ന വന്നു. എന്നിട്ട് എന്ത് ചെയ്ത്? ഈ ദന്നൻ്റെ ഒന്നാമത്തെ മഫ്ഊലും രണ്ടാമത്തെ മഫ്ഊലുമാക്കി, ഒന്നാമത്തെ മഫ്ഊലും രണ്ടാമത്തെ മഫ്ഊലുമാക്കിയിട്ട് എന്ത് ചെയ്തു? ഈ മുബ്തദ ഖബറിനെ വന്ന മാറ്റി. എന്നിട്ട് അതിൻ്റെ റഫ് ഉണ്ടല്ലോ, ഈ റഫ് മഫ്ഊലാകുമ്പോൾ മഫ്ഊലും ബിഹി മൻസൂബല്ലേ, നസ്ബ് കൊടുത്ത്, രണ്ട് മഫ്ഊലാക്കിയിട്ട് രണ്ടിനും നസ്ബ് കൊടുത്ത്, രണ്ടിൻ്റെയും റഫ് മാറ്റി. വനന്തു എന്നുള്ളത് ഫിഅലും ഫായിലുമാണ്. വനന്തു ഫിഅലും ഫായിലുമാണ്. കണ്ടോ? അത് മുബ്തദ ഖബറിന് മുന്നിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഈ മുബ്തദ ഖബറിനെ ഇതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മഫ്ഊലാക്കി, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ റഫ്ഇനെ നസ്ബാക്കി മാറ്റി. കണ്ടോ? അപ്പോൾ ഈ വന്ന കാന പോലെ തന്നെ ഏതിൽപ്പെടും? നവാസിഖിൽപ്പെടും. കാന പോലെ നവാസിഖിൽപ്പെടും. അപ്പോൾ അതാണ്. പിന്നെ കാന അഖവാത്ത് നവാസിഖിൽപ്പെടും, വന്ന അഖവാത്ത് നവാസിഖിൽപ്പെടും. അത് ഫിഅലുകളിൽ കേട്ടോ, അത് ഫിഅലുകളിൽ. ഇനി നവാസിഖിൽ പെടും ആര്? ഇന്ന അഖവാത്ത്, ഇന്നയും അഖവാത്തും. പക്ഷെ അപ്പോൾ അത് എന്തല്ല? ഫിഅലല്ല. ഇന്നയും നവാസിഖിൽ പെട്ടതാണ്, പക്ഷെ ഫിഅലല്ല. അൽ അവാമിലു നവാസിഖ് എന്ന് പറയും. നവാസിഖായ ആമിലുകളിൽ ഫിഅലുണ്ട്, ഫിഅലല്ലാത്തതുണ്ട്. ഇന്നയും ഇന്ന അഖവാത്തും എവിടെ വരും? മുബ്തദ ഖബറിന് മുന്നിൽ വരും. ലിഇന്ന അന്ന ലൈത ലാകിന്ന ലഅൽ കഅന്ന അക്സു മാലികാന മിൻ അമൽ എന്നാണ്. ഇന്നയും ഇന്നൻ്റെ സഹോദരി, അന്ന കഅന്ന പോലുള്ള ലാകിന്ന പോലുള്ളതായ ഇന്നൻ്റെ സഹോദരികൾ, അതും മുബ്തദ ഖബറിന് മുന്നിൽ വരും. മുബ്തദ ഖബറിന് മുന്നിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഖാനൻ്റെ അമലിന് നേരെ തിരിച്ച് ഉണ്ടോ? അതിൻ്റെ ഇഅ്റാബ് വരും. ഇന്ന സെയ്ദൻ
മുജ്തഹിദുൻ. ഇന്ന സൈദൻ മുജ്തഹിദുൻ. അവിടെ ഇന്ന സൈദൻ സൈദുൻ എന്നാണ്, സൈദുൻ മുജ്തഹിദുൻ എന്നാണ്. പക്ഷെ ഇന്ന വന്നപ്പോൾ ഈ സൈദുൻ എന്നതിൻ്റെ റഫൾ അത് നസ്ബാക്കി. ഇന്നൻ്റെ ഇസ്മ എന്ന നിലക്ക്, ഇത് മുബ്തദയായിരുന്നു, അത് ഇന്നൻ്റെ ഇസ്മ എന്ന നിലക്ക് അതിന് നസ്ബ് കൊടുത്തു. മുജ്തഹിദുൻ എന്നുള്ളത് ഇന്നൻ്റെ ഖബറായിട്ട് അതിന് റഫും കൊടുത്തു. അപ്പോൾ നോക്കിയാൽ സൈദുൻ മുജ്തഹിദുൻ എന്നതിൻ്റെ ആ ഹുക്മിനെ ഇന്ന എന്ത് ചെയ്തു? നസ്ഖ് ചെയ്തു. അതുകൊണ്ട് നവാസിഖായ ആമിലാണ് ആര്? ഇന്ന. പക്ഷേ ഇന്ന എന്തല്ല, ഫിഅലല്ല. ഇന്നയും അന്നയും ലാക്കിന്നയും കന്നയും എന്തല്ല, ല അല്ല, ഇതൊന്നും ഫിഅലല്ല. ലൈത്ത ഇതൊന്നും ഫിഅലല്ല. അതേസമയം ബന്നയും കാനയും, ബന്നയുടെയും കാനയുടെയും അഖവാത്തും അതൊക്കെ എന്താണ്? ഫിഅലാണ്. നവാസിഖായ ഫിഅലുകളാണ്, നവാസിഖായ ഫിഅലുകളാണ്. ഞാൻ പറഞ്ഞു ഫിഅലുകൾ നവാസിഖായവയുണ്ട്. എന്താ ഈ നവാസിഖ്? അത് മനസ്സിലാക്കാനാണ് ഞാനിവിടെ കാനയ അഖ്വാത്തിനെ എഴുതിയത്, ബന്ന അഖ്വാത്തിനെ പറഞ്ഞത്. എൻ്റെ ഉദാഹരണം ഇവിടെ അനുസ്മരിച്ചത്. ഖലാസ്, ഇത് നമ്മൾ മനസ്സിലായി. നവാസിഖ് അല്ലാത്ത ഫിഅലുകളുണ്ട്. നവാസിഖ് അല്ലാത്ത ഫിഅലുകൾ അതാണ് കൂടുതൽ. അതായത് ഇപ്പോൾ മുബ്തദ ഖബറിലേക്ക് വിട്ടെടുക്കാതെ ഫിഅല് വരും, ഫായില് വരും, പിന്നെ മഫൂല് വരും, അല്ലെങ്കിൽ ഫിഅലും ഫായിലും വരും. ദറബ സൈദുൻ അംറൻ, അവിടെ മുബ്തദ ഖബറിന് മുന്നിലല്ല ദറബ വന്നത്. ദറബ അതിന് ശേഷം ഫായില് വന്നു, പിന്നെ അതിന് മഫൂല് വന്നു. ദഹബ മുഹമ്മദുൻ, ദഹബ മുഹമ്മദുൻ, അതിന് ഫായില് വന്നു. ഇവിടെ മുബ്തദ ഖബറിന് മുന്നിൽ വന്നിട്ട് മുബ്തദ ഖബറിന് നസ്ഖ് ചെയ്യുക എന്നുള്ളതില്ല. പിന്നെയോ ഫിഅല് വന്നു, അതിനുശേഷം ഫായില് വന്നു, ഫിഅല് വന്നു, ഫായിലും മഫൂലും വന്നു. അവിടെ നസ്ഖ് ചെയ്തിട്ടില്ല. മുബ്തദ ഖബറിന് നസ്ഖ് ചെയ്യുന്ന അവസ്ഥയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഫിഅലുകളാണ് കൂടുതൽ. അതാണ് നവാസിഖ് അല്ലാത്ത ഫിഅലുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഫിഅലുകൾ അതാണ് കൂടുതൽ. നവാസിഖ് ആകുന്ന ഫിഅലുകളുണ്ട്. അതാണ് ദന്ന അഖ്വാത്ത്, കാന അഖ്വാത്ത് പോലുള്ളത്. ഖലാസ്, ഇതും നമ്മൾ മനസ്സിലാക്കി. ഈ അടിസ്ഥാനം നമ്മളിവിടെ മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. എന്തിന്? ഇനി നമുക്ക് പറയാൻ പോകുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സൽനീഹി എന്നതിൻ്റെ വിഷയം എന്താണ്? സൽനീഹി എന്നതിലെ ഹാഇനെ സിൽ അവിഫ്സിൽ, നീ മുത്തസിലാക്കിക്കോ അല്ലെങ്കിൽ മുൻഫസിലാക്കിക്കോ എന്നാണ് പറഞ്ഞത്. സൽനീഹി എന്ന് പറയാം, സൽനീ ഇയാഹു എന്ന് പറയാം എന്നാണ്. വമ അഷ്ബഹു, ഈ സൽനീഹി പോലുള്ള അവയുടെ ഹാഇനെയും എന്നാണ്. അപ്പോൾ സൽനി എന്നുള്ളതിൽ അതുപോലത്തത് എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ തത്വം അറിഞ്ഞിരിക്കണം. അതിൽ ഒന്ന് നാസിഖല്ലാത്ത ഫിഅല്. നാസിഖല്ലാത്ത ഫിഅല്, ഉദാഹരണത്തിന് നമുക്കിവിടെ പിന്നെ സഅല വന്നു, നമുക്കൊരു നാസിഖ അല്ലാത്ത ഫിഅൽ എഴുതാം. ആത്ത, ആത്ത, നാസിഖല്ലാത്ത ഫിഅല്. രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നത്, രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നത് ഉണ്ടോ? സഅല ഖാലിദുൻ സൈദൻ കിതാബൻ ഉണ്ടോ? അവിടെ പിന്നെ രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടന്നു. അതേപോലെ തന്നെ ആത്ത, ആതൈതു ക ഹു, ആതൈതു ഞാൻ നൽകി, ക നിനക്ക്, ഹു അതിനെ, ആതൈതു ക ഹു. അപ്പോൾ അവിടെ നോക്കിയേ, രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടന്നു. ഇവിടെ അത് എഴുതാം. ആതൈതു ക ഹു, ആതൈതു ഞാൻ നൽകി, ക നിനക്ക്, ഹു അതിനെ നൽകി. ഇവിടെ നമ്മൾ എഴുതാം അദ്ദിർഹമു അല്ലെങ്കിൽ കിതാബ്. അദ്ദിർഹം, ദിർഹം. ആതൈതു ഞാൻ നൽകി, ക നിനക്ക്, ഹു അതിനെ. ഒരു ഉദാഹരണത്തിന് നമ്മൾ എഴുതിയാണ്. ഇവിടെ ആതൈതു ഫിഅലും ഫായിലുമാണ്. ക എന്നുള്ളത് ഒന്നാമത്തെ മഫ്ഊൽ, ഹു എന്നുള്ളത് രണ്ടാമത്തെ മഫ്ഊൽ. ഒന്നാമത്തെ മഫ്ഊൽ, രണ്ടാമത്തെ മഫ്ഊൽ. അതുപോലെ സൽനീഹി, സൽ ഫിഅലും ഫായിലുമാണ്. നീ ഒന്നാമത്തെ മഫ്ഊൽ, ഹി രണ്ടാമത്തെ മഫ്ഊൽ. അപ്പോൾ നാസിഖ് അല്ലാത്ത ഫിഅൽ, രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന നാസിഖ് അല്ലാത്ത ഫിഅൽ. ഖലാസ്, ഈ രണ്ട് മഫ്ഊലുകൾ രണ്ടും ദമീറാവുക, രണ്ടും ദമീറാവുക. ഏതുപോലെ? ക ഹു, ക ഹു. ഇവിടെ ഉണ്ടോ? സഅല ഖാലിദുൻ സൈദൻ കിതാബൻ, ഇവിടെ ദമീറല്ല. രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടന്നു, പക്ഷേ ദമീറല്ല. ഇവിടെ ദാഹിറായ ഇസ്മുകളാണ്. എന്നാൽ ക ഹു എന്നുള്ളവരുടെ എന്താണ്? ദമീറാണ്. അപ്പോൾ ഫിഅല് രണ്ട് മഫ്ഊലിലേക്ക് വിട്ട് കിടക്കണം, നാസിഖ് ആകരുത്. സഅല, ആത പോലുള്ള. മാത്രമല്ല ആ രണ്ട് മഫ്ഊലുകൾ ദമീറാകണം. ഒരു ദമീർ മറ്റൊരു ദമീറിനേക്കാൾ അഖസ്സായിരിക്കണം. ആദ്യത്തെ ദമീർ അഖസ്സായിരിക്കണം എന്നാണ് പറയുക. എന്താ ഈ അഖസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം
ദമീർ 3 തരമുണ്ട്. ഒന്ന് മുതകല്ലിം, 2 മുഖാത്തബ്, 3 ഗായിബ്. മുതകല്ലിം എന്നാ അന, നഹ്നു, ഉത്തമ പുരുഷൻ, ഉത്തമ പുരുഷൻ. പിന്നെ മുഖാത്തബ് അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുൻ ആണ് മുഖാത്തബ്, മധ്യമ പുരുഷൻ. ഗായിബ് അവൻ, അവൾ, അവൻ്റെ, അവളുടെ എന്നൊക്കെ പറയുന്ന ഗായിബ് പ്രഥമ പുരുഷൻ, പ്രഥമ പുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദമീർ. ഇങ്ങനെ 3 ദമീറുകളുണ്ട്. ഈ ദമീറുകളിൽ ഏറ്റവും അഖസ് ആയിട്ടുള്ള ദമീർ ഏതാണ്? അത് മുതകല്ലിമാണ്. ഏറ്റവും സവിശേഷതയുള്ള ദമീർ അത് മുതകല്ലിം. പിന്നെ സവിശേഷമായതാരാണ്? മുഖാത്തബാണ്. പിന്നീട് 3-ാം സ്ഥാനം ഗായിബിനാണ്. അപ്പോൾ ദമീറുകളുടെ ദറജയിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും അഖസ് എന്ന് പറയുന്നത് മുതകല്ലിമാണ്, പിന്നീട് അഖസ് മുഖാത്തബാണ്, പിന്നീട് ഗായിബാണ്. ഇവിടെ അതും മനസ്സിലാക്കേണ്ടതുണ്ട്. 2 മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന മുതഅദ്ദിയായ നാസിഖല്ലാത്ത ഫിഉൽ, ആ 2 മഫൂലുകൾ ദമീറാവുക. ആദ്യത്തെ ദമീർ പിന്നെ വരുന്ന ദമീറിനേക്കാൾ അഖസ്സാവുക. ആദ്യത്തെ ദമീർ ഉണ്ടല്ലോ, 1-ാമത്തെ മഫൂൽ, അത് 2-ാമത്തെ മഫൂലിനേക്കാൾ അഖസ്സാകുക. ഇവിടെ നോക്കി, ക, ഹു 2 ദമീറുകളാണ്. ഏതാണ് അഖസ്? ക എന്നുള്ളതാണ്, കാരണം മുഖാത്തബാണ്. അതിനെ തുടർന്നാണ് ആര് വന്നത്? ഗായിബ് വന്നത്. സൽനീഹി എന്നുള്ളതിൽ, സൽനീഹി കണ്ടാ, ഇവിടെ സൽ എന്നുള്ളത് നീ അല്ല, നുൻ വിഖായയാണ്. അത് മുതകല്ലിമായ ദമീറിൻ്റെ മുന്നിൽ വരുന്ന നൂനാണ്. സൽനീഹി, സൽ നീ ചോദിക്ക്, ഫഅലും ഫായിലുമാണ്. 1-ാമത്തെ മഫൂലാരാണ്? നീ, ഈ ആവുൽ മുതകല്ലിമാണ്. 2-ാമത്തെ ദമീർ ആരാണ്? ഹി എന്നുള്ളതാണ്. കണ്ടാ, അപ്പോൾ പിന്നെ നാസിഖ് അല്ലാത്ത ഫഅലാണ് സൽ എന്നുള്ളത്. 2 മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നതാണ് സൽ എന്നുള്ളത്. ഇവിടെ ആ 2 മഫൂലിലേക്ക് കടന്നത് 2 ദമീറുകളിലേക്കാണ്. അതൊന്ന് യാ അൽ മുതകല്ലിമാണ്, മറ്റൊന്ന് ഹി എന്നുള്ള ഹ ഉൽ ഗായിബത്താണ്. ഓക്കെ, രണ്ടിലേതാണ് അഖസ്? മുതകല്ലിമാണ്, യാ ഉൽ മുതകല്ലിമാണ്. ഹ എന്നുള്ള ഗായിബിൻ്റെ ദമീർ അഖസ്സല്ല. അഖസ്സായത് ഏതാണ്? ഏറ്റവും സവിശേഷതയുള്ളത് യാ ആണ്, പിന്നെയാണ് അവസാനമാണ് ഹ. ഇവിടെ മുതകല്ലിമാണ്, മുഖാത്തബാണ്, പിന്നെയാണ് ഗായിബ്. ഇവിടെ അഖസ്സായത് മുന്നിൽ വന്നു, ഇവിടെയും അഖസ്സായത് മുന്നിൽ വന്നു. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കണം, എന്താണ് മനസ്സിലാക്കുക? അതാണ് ഇനിയാണ് നമ്മുടെ തത്വത്തിലേക്ക് വരുന്നത്. നാസിഖ് അല്ലാത്ത ഫിഉൽ 2 മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നു. 2 മഫൂലും ദമീറാണ്. 2 മഫൂലിൽ ആദ്യത്തെ മഫൂലായ ദമീർ 2-ാമത്തെ മഫൂലായ ദമീറിനേക്കാൾ അഖസ്സാണ്. ഇങ്ങനെയാണ് എങ്കിൽ 2-ാമത്തെ ദമീറിനെ, അഖസ്സല്ലാത്ത 2-ാമത്തെ ദമീറിനെ നിനക്ക് എന്ത് ചെയ്യാം? സിൽ, മുത്തസിലാക്കാം. അവിഫ്സിൽ, അല്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? മുത്തസിലാക്കാം. ഇതാണ് ഇവിടെ ഈ വരി കൊണ്ട് ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൻ്റെ വിശദീകരണം. വസിൽ, നീ മുത്തസിലാക്കിക്കോ. ആരെ? ദമീറിനെ. അവിഫ്സിൽ, അല്ലെങ്കിൽ നീ മുൻഫസിലാക്കിക്കോ. ഏത് ദമീറിനെ? അതാണ് സൽനീഹി എന്നതിലെ ഹ എന്ന ദമീറിനെ. വമ അഷ്ബഹു, അല്ലെങ്കിൽ ഇതിന് സാദൃശ്യമായ ആത്ത പോലുള്ളതായ, ലബിസ പോലുള്ളതായ, ആത്ത, ലബിസ പോലുള്ളതൊക്കെ അതിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ അൽബസ പോലുള്ളതൊക്കെ അതിന് ഉദാഹരണമാണ്. അതാണ് വമ അഷ്ബഹു, ഇതിന് സമാനമായിട്ടുള്ള അതിലെ 2-ാമത്തെ ദമീറിനെയും നീ സിൽ, അവിഫ്സിൽ, മുത്തസിലാക്കിക്കോ അല്ലെങ്കിൽ മുൻഫസിലാക്കിക്കോ. ഇതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ ഇവിടെ സൽനീഹി എന്നുള്ള ഉദാഹരണം, വമ അഷ്ബഹു അതിന് സാദൃശ്യമായത് എന്നുള്ളതിൻ്റെ ഉദാഹരണം, അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെന്താണ്? അതാണ് ഇവിടെ നമ്മൾ ഈ ഒരു വിശദീകരണത്തിലൂടെ മനസ്സിലാക്കിയത്. ഫഅലുകൾ ലാസിമുണ്ട്, മുതഅദ്ദിയുണ്ട്. അതെന്ത്? മുതഅദ്ദിയായവയിൽ 1 മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നതുണ്ട്, 2 മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നതുണ്ട്. 2 മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന ഫഅലുകൾ ആ 2 മഫൂലും ദമീറായി വരികയും
രണ്ടിൽ ആദ്യത്തെ മഫ്ഊലായ ദമീർ അത് രണ്ടാമത്തെ ദമീറിനേക്കാൾ അഖസ്സായ ദമീർ ആവുകയും ചെയ്താൽ രണ്ടാമത്തെ ദമീറിനെ നിനക്ക് മുത്തസിലാക്കാം, അല്ലെങ്കിൽ നിനക്ക് മുൻഫസിലാക്കാം. സിൽ അവിഫ്സിൽ. നിനക്ക് വേണമെങ്കിൽ സൽനീഹി എന്ന് പറയാം, അല്ലെങ്കിൽ സൽനി ഇയാഹു എന്ന് പറയാം. അഅതൈതുക ഹു എന്ന് പറയാം, അഅതൈതുക ഇയാഹു എന്ന് പറയാം, അഅതൈതുക ഇയാഹു എന്ന് പറയാം. ഇവിടെ ഹു എന്ന് പറയാം, അല്ലെങ്കിൽ ഇയാഹു എന്ന് പറയാം. സിൽ അവിഫ്സിൽ. ഇതാണ് നമ്മുടെ ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ആദ്യം പറഞ്ഞു വഫി ഇഖ്തിയാരിൻ ലാ യജീഉൽ മുൻഫസിൽ ഇദാ തഅത്ത അൻ യജീഅൽ മുത്തസിൽ. മുത്തസിൽ ആയി ദമീർ വരാൻ തരപ്പെട്ടിടത്ത് ഒരിക്കലും മുൻഫസിൽ വരുകയില്ല, വരുത്തരുത്. അത് ഫിഖ്തിയാരി, അനിവാര്യത ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അതാണ് നിയമം. ഭാഷയുടെ പൊതു പ്രയോഗങ്ങളിലൊക്കെ അതാണ് നിയമം. അനിവാര്യത ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഗ്രന്ഥകാരൻ പിന്നീട് മുത്തസിലാക്കാവുന്നിടത്ത് മുൻഫസിലുമാക്കാൻ ചില സന്ദർഭങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളെ മുത്തസിൽ വേണം മുത്തസിലാക്കാം, മുൻഫസിൽ വേണം മുൻഫസിലാക്കാം. അങ്ങനെ ഉള്ളതിന് ചില ഉദാഹരണങ്ങൾ തുടർന്ന് നൽകുകയാണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞ ഒരു സന്ദർഭം. വസിൽ അവിഫ്സിൽഹ അസൽനീഹി വമ അശ്ബഹഹു വഫീ കുൻതുഹുൽ ഖുൽഫുൻ തമ വഫീ കുൻതുഹു അൽ ഖുൽഫുൻ തമ. അതിനി നമുക്കിവിടെ ഇതേപോലെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വഫീ കുൻതുഹു അൽ ഖുൽഫുൻ തമ കദാക ഖിൽതനീഹി വത്തിസാല അഖ്താറു ഗൈരി ഇഖ്താറ ഇൻഫിസാല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം. ഈ ഒരു ഭാഗം കുൻതുഹു, അതേപോലെ തന്നെ ഖിൽതനീഹി എന്താണ് അതിൻ്റെ വിഷയം. കാരണം ഇത് ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്പം ഒന്ന് വിശദീകരിച്ച് ഇത് പറഞ്ഞത്. ഇനി ഇതിൽ അതൊന്നുകൂടി നമുക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടി കൂടുതൽ വ്യക്തമാകും ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.